കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് CJP വക്താവ് സൗരവ് ദാസ്. ചില ആവശ്യങ്ങളുണ്ട്, അത് ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും. എന്നാൽ മന്ത്രിമാരുടെ വീട്ടിൽ ചർച്ചയ്ക്ക് പോകില്ല. സുരക്ഷയിൽ ആശങ്കയുണ്ടെങ്കിൽ ജന്തർ മന്ദറിന് സമീപത്തെ നിഷ്പക്ഷ വേദി ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കാമെന്ന് CJP. അല്ലായെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് നിർദ്ദേശിച്ച് CJP രംഗത്ത് വന്നു. It is good that they want to talk, and we are open to talks also, but with some demands. We hope that the government is open-minded enough that they want to speak with us, and we are hopeful that they are going to resolve our issues very soon. അതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നേരിടാൻ ബംഗാളിൽ നിന്നും 20 കമ്പനി CRPF-നെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. 4 മണിക്ക് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെയും കാണും. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഒരു സന്നദ്ധത അറിയിക്കുമ്പോൾ അവിടെ എന്ത് നിബന്ധന വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്? കേന്ദ്ര സർക്കാരിനെ അത് പരിഗണിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ എത്രത്തോളം മൂർച്ചയോടുകൂടി പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ പാർലമെന്റ് കൂടി ചേരുന്ന സമയമാണ്, എങ്ങനെ കൊണ്ടുപോകുന്ന പറയാൻ ഇടയുണ്ട്? നിലവിൽ എന്തായാലും ജന്തർ മന്ദറിലെ സമരം പൂർവാധികം ശക്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിയിൽ അടക്കം പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും ജന്തർ മന്ദറിലെ സമരവേദിക്ക് ചുറ്റുമുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഡൽഹിയിലുള്ള ഈ ഒരു സമരപ്പന്തലിൽ നിന്ന് അത് അവസാനിപ്പിക്കില്ല, ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കുള്ളത്. ഈ ജന്തർ മന്ദറിലെ വേദി ഒഴിയില്ല. പ്രധാനമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരും. പക്ഷെ അതേസമയം തന്നെ 2ാം വട്ട ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതിനെ CJP പ്രവർത്തകരും ഭാരവാഹികളും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മന്ത്രിയുടെ വീട്ടിൽ ചർച്ചയ്ക്ക് പോകില്ല എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ പോയി ഏകദേശം 4 മണിക്കൂറോളം അവിടെ അനധികൃതമായി തടങ്കലിൽ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന CJP വക്താവ് കൂടിയായ സൗരവ് ദാസ് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു ഇടം, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ വെച്ച ആ ചർച്ച ഞങ്ങൾക്ക് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ സൗരവ് ദാസും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ തീരുമാനത്തോട് അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തോട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല.